വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കോഴിക്കോടൻ സ്പെഷ്യൽ ആയിട്ടുള്ള കടുമാങ്ങ കറിയുടെ റെസിപ്പിയാണ്. കടുമാങ്ങ കറി നമുക്ക് സാധാരണ ചോറിന്റെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടുമാങ്ങ ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ കടുകുമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചെനച്ച മാങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല പച്ചമാങ്ങ ഉപയോഗിച്ചും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്വീറ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു മാങ്ങയെ ഞാനിവിടെ 8 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ അണ്ടിയും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ കടുമാങ്ങ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു കോഴിക്കോടൻ വെറൈറ്റി സ്പെഷ്യലാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കടുമാങ്ങ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ടായി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ മിക്സാക്കി എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ടൊരു 4 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കുത്തിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കടുമാങ്ങ കറിയിലോട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അടുത്തതായി 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് കറിവേപ്പില ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഉപ്പും മുളക് പൊടിയും എല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ മസാലകളെല്ലാം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് പിടിച്ച് കിട്ടാനും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഈ മാങ്ങ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഈ മുളക് പൊടിയും മാങ്ങയും കൂടി ചേർന്നപ്പോൾ തന്നെ നമ്മുടെ ഈ കടുമാങ്ങയുടെ ഈ ഒരു കൂട്ടിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ കറി ഒന്ന് തുറന്നു നോക്കി. നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞൊരു പരുവത്തിലായി കിട്ടണം. അതുവരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഞാനിതിനെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി തുറന്നു നോക്കി. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റായി വരാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു മാങ്ങയാണ്, നല്ലൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവാപ്പൊടിയാണ്. ഇതുകൂടി ചേർത്ത് നമുക്ക് ഈ കറിയെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ ഉലുവാപ്പൊടി എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തിക്കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ഉലുവാപ്പൊടിയാണ് നമ്മുടെ ഈ കടുമാങ്ങ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടാനും പാടില്ല, കൂടിക്കഴിഞ്ഞാൽ കുറച്ചൊരു കയ്പ്പായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വീണ്ടും തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മാങ്ങയെല്ലാം നന്നായിട്ട് സോഫ്റ്റായും കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിനെ ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം, പകുതി ഭാഗം നമുക്ക് കഷ്ണങ്ങളായിട്ടും കിടക്കണം. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്.
നമുക്കിതിനെ വറവിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം കടുകാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. കടുകിൻ്റെ അളവ് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം. കടുകുമാങ്ങ കറിയാണല്ലോ, അപ്പോൾ കടുമാങ്ങയിലോട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കടുക് ഉപയോഗിക്കണം. ഇനി നമുക്ക് നന്നായിട്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഈ കടുമാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള കടുമാങ്ങ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കടുമാങ്ങ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയും സാധാരണ ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിമ്പിൾ ആയിട്ടുള്ള കോഴിക്കോടൻ സ്പെഷ്യൽ കടുമാങ്ങക്കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.